നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് ആ ഗിഫ്റ്റ് പാക്കിംഗ് മോശമാണെങ്കിൽ ആ ഗിഫ്റ്റിൻ്റെ സകലമാന പകിട്ടും പോയി കിട്ടുമല്ലേ. നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് പാക്കിംഗ് ഉണ്ടാക്കിയാലോ, അതും ജസ്റ്റ് നമ്മുടെയൊക്കെ കയ്യിൽ എപ്പോഴും കാണുന്ന പേപ്പേഴ്സ് എടുത്താൽ മതി. കുറച്ചൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചാർട്ട് പേപ്പർ എടുക്കുന്നതാണ് ബെറ്റർ കേട്ടോ. ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു റെഡ് കളർ ചാർട്ട് പേപ്പർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ നോട്ട്ബുക്കിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറോ അല്ലെങ്കിൽ ഡയറിയുടെ പേപ്പേഴ്സോ നമ്മൾ എടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫോൾഡിംഗ് ഒക്കെ കാണുമ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. ഒട്ടും തന്നെ കോംപ്ലിക്കേറ്റഡ് അല്ല. ഈ ട്യൂട്ടോറിയൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു തവണ തന്നെ ഈ ട്യൂട്ടോറിയൽ ശ്രദ്ധിച്ചാൽ തന്നെ നെക്സ്റ്റ് ടൈമിൽ ഒട്ടും തെറ്റില്ലാണ്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ജസ്റ്റ് നമ്മളൊരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലാസ്റ്റ് ഭാഗം, അതായത് ഏറ്റവും ലോവർ ആയിട്ടുള്ള പാർട്ടും നമ്മൾ നന്നായിട്ട് മടക്കി ഫോൾഡ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് സൈഡ് വൈസ് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക. ഭയങ്കര സിമ്പിളാണ്. എന്നിട്ട് ടോപ്പും ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ടോപ്പിലെ ഈ ഒരു പേപ്പർ നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്, മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് പാക്കിങ് വാങ്ങിച്ച് ക്യാഷ് കളയണ്ട, ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ പ്ലെയിൻ പേപ്പർ ആയതുകൊണ്ടിട്ടാണ് ഞാനിവിടെ കുറച്ചൊന്ന് ലവ് സിമ്പിളൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ബോയും കൂടെ വെച്ച് കൊടുത്തപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. അതും നല്ല കിടിലനായിട്ടുള്ളൊരു ഗിഫ്റ്റ് പാക്കാണ്. വേറൊരു കളറാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും തന്നെ കൊടുക്കാം. ബ്ലാക്കിനെക്കാളും കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്?